മേൽമുറിയിലുള്ള പകൽ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ അമ്മമാർക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒപ്പനപ്പാട്ടാണ്. ഈ ഒപ്പന ടീമിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. 7000-ലധികം കുട്ടികൾ പഠിക്കുന്ന മലപ്പുറത്തെ അഭിമാനമായ കോട്ടക്കൽ AK ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ഈ കുട്ടികൾക്കാണ് സംസ്ഥാന തലത്തിൽ ഒപ്പനയ്ക്ക് 1ാം സ്ഥാനം കിട്ടിയ കുട്ടികളാണ്. അപ്പോൾ സംസ്ഥാനതല സ്കൂൾ യുവജനോത്സവത്തിൽ ഒപ്പനയ്ക്ക് 1ാം സമ്മാനം കിട്ടിയ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒപ്പനയാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പൊ മുണ്ടുകുട്ടിയമ്മ വന്നാട്ടെ, നമുക്ക് ഒപ്പന കാണാം. ഒപ്പന കളിച്ചിട്ടുണ്ടോ പണ്ടെപ്പോഴെങ്കിലും? ഇല്ല ഇല്ല. ഓക്കെ, അപ്പോ നമ്മുടെ കുട്ടികൾ ഒപ്പന കളിക്കുന്നു. റുക്കി ടീച്ചറെ നന്നായിട്ടുണ്ട്. ഓക്കെ, വന്നാട്ടെ, ഇവിടെ ഇരുന്നാട്ടെ. കാലിൽ ചെറിയ നീരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നോ. കേട്ടിടാനായി ഏറ്റമുറ്റേ സഹബൂരി കണ്ടിടാനായി ഇരുന്നപ്പോളരീകത്തായി റുക്കിയെത്തുണ്ടേ ഈ കവത്തിൽ സകലതിൽ വെളിച്ചമുണ്ടേ കൂടെ നല്ല നാളെ കണ്ണനാശ പൂത്തതാലേ. ഗംഭീരായിട്ടോ, ഉഷാറായി. നമുക്കിപ്പം ഇവരെ പരിശീലിപ്പിക്കുന്ന മാഷ് കൂടി ഉണ്ട്. മാഷിന്റെ പേര്? അയ്യോ, ആ മാഷ് മാറിപ്പോയി. നമ്മുടെ കുട്ടികള് ഇതിന് വളരെ എക്സ്പ്രസീവ് ആണ് അല്ലേ? സ്റ്റേറ്റിൽ ഇത്തവണ ഫസ്റ്റ് നിങ്ങൾക്കായിരുന്നു. A grade ആണ്. കോട്ടക്കൽ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. അതെ, മലപ്പുറം ജില്ലയിൽ 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിൽ A grade ആണ് നേടി. ഓ ഗ്രേറ്റ്. ഓക്കെ, ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതാണ്. മാഷിന്റെ പേരെന്താ? ഷിഹാബുദ്ദീൻ. ഓക്കെ, ഭയങ്കര എക്സ്പ്രസീവ് ആണ് കുട്ടികൾ അല്ലേ? സ്മാർട്ടാണ്. ഓക്കെ, ഗ്രേറ്റ് ഷിഹാബുദ്ദീൻ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ അമ്മമാർക്ക് വേണ്ടി ടീച്ചറെ എങ്ങനെയുണ്ട് ഇവരുടെ പെർഫോമൻസ്? എല്ലാ നിയമങ്ങളും ഒത്തൊപ്പനയാണ്. എല്ലാ നിയമങ്ങളും. അതെ, തനിമയും പുതുമയും ഉണ്ട്, വഴിനീളുണ്ട്, മുറുക്കുണ്ട്, ഇടമുറുക്കുണ്ട്, എല്ലാം ഒത്തൊപ്പനയാണ്. റുക്കി ടീച്ചർ സർട്ടിഫൈ ചെയ്താൽ അത് 1ാം തരം ഒപ്പനയായിരിക്കും. അപ്പോൾ റുക്കി ടീച്ചർ കാലങ്ങളായി ഈ കലാകാരികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ പകൽ വീട്ടിലെ അമ്മമാരുടെ അടുത്ത് നിന്ന് ഇനി നമ്മൾ യാത്ര തുടരുകയാണ്. ഇനി നമുക്ക് മലപ്പുറത്ത് മറ്റൊരു വീട്ടിലേക്ക് പോകണം. അത് പാണക്കാട് വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അമ്മമാർ യാത്രയൊക്കെ പറഞ്ഞു പോകാം. അപ്പൊ അമ്മ, നിങ്ങൾ ഒപ്പനയൊക്കെ കണ്ടിരിക്കുക, ഞാൻ ഇറങ്ങുകയാണ്. സന്തോഷം അമ്മ. സുമിത്രാമ്മ എവിടെ? സുമിത്രാമ്മയെ മിസ് ചെയ്യും. ഈ യാത്ര കഴിഞ്ഞ് പോകുമ്പോ സുമിത്രാമ്മയെ ശാന്തമ്മയൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്യും എന്നുള്ളതാണ്. ശാന്തമ്മയ്ക്ക് ഒരു പാട്ടുണ്ടായിരുന്നു. ശാന്തമ്മ ഇങ്ങോട്ട് വന്നേട്ടെ. ശാന്തമ്മയുടെ ഒരു പാട്ടും കൂടി നമുക്കൊന്ന് കേൾക്കാം. അതും കൂടി കഴിഞ്ഞിട്ട് പോകുന്നേ ഉള്ളൂ ഞങ്ങള്. അപ്പൊ ശാന്തമ്മയുടെ ഒരു പാട്ട് കൂടി ഒന്ന് കേൾക്കാം. പിന്നെന്താ. അപ്പൊ ശാന്തമ്മയുടെ ഒരു പാട്ട്. അപ്പൊ ശാന്തമ്മയുടെ ഒരു പാട്ടിന് ശേഷമായിരിക്കും നമ്മുടെ യാത്ര ഉണ്ടാവും. സുമിത്രാമ്മയും പാട്ട് പാടും അല്ലെ? അപ്പൊ ഇന്ന് പാട്ടിന്റെ ബഹളാണ് കേട്ടോ. അപ്പൊ ശരി, ഞാനൊരു നാടകഗാനാണ്. പറഞ്ഞേട്ടമ്മ. നാടകഗാനമാണ് ശാന്തമ്മ പാടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന് മുമ്പേ നമ്മുടെ ഒപ്പന കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ കുട്ടികൾ ഇവിടെ എല്ലാവരും. ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോളുടെ പേരെന്താ? തിൽന. 10th ലാണ്. ഹഫ്ന. സന 10th ലാ. ഹൈഫ 8th ലാണ്. ആയിഷ 8th ലാ. ഓക്കേ, ഒപ്പന കളിച്ചിട്ട് ക്ഷീണിച്ചിരിക്കുക. ഓക്കേ, 6th ല്. മണവാട്ടി ഫെല്ല. 6ാം ക്ലാസ്സിലാണ് മണവാട്ടി. ഫെല്ല. റിയ 8th ല്. റിദ 8th ലാ. റുഷ്ദ 10th ല്. ഓക്കെ, അപ്പോൾ റുക്കി ടീച്ചർ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒപ്പനയായിരുന്നു എന്നാണ്, എല്ലാ ചിട്ടകളും പാലിച്ചുള്ള ഒപ്പനയായിരുന്നു എന്നാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് അല്ലേ? നിങ്ങളുടെയൊക്കെ ഉമ്മമാർക്ക് ഞങ്ങളുടെ വക സ്നേഹം നിറഞ്ഞ മാതൃദിനാശംസകൾ അല്ലേ? ഓക്കെ, ഉമ്മയുടെ പേരെന്താ? മണവാട്ടിയുടെ ഉമ്മയുടെ പേരെന്താ? റംലത്ത്. ഇവിടെ സഫിയ. ഓക്കെ, ഫൗസിയ. റംസീന. ജിൽസത്ത്. സബീദ. തിൽന. ഓക്കെ, ഷാരബായ്. മൈമൂന. റുബീന. അപ്പൊ എല്ലാ ഈ കുട്ടികളുടെ ഉമ്മമാർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മാതൃദിനാശംസകൾ.